എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 19-ാം തീയതി പുതിയതായി OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ബോളിവുഡ് കോമഡി അഡ്വഞ്ചർ ചിത്രമാണ് ധമാൽ 4. 2026 ജൂലൈ മാസം 10-ാം തീയതി റിലീസ് ചെയ്ത ഈ സിനിമ ധമാൽ ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ ഭാഗമാണ്. അജയ് ദേവഗൺ, റിതേഷ് ദേശ്മുഖ്, അർഷാദ് വാഴ്സി, സഞ്ജയ് മിശ്ര എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മുൻഭാഗങ്ങളിലെ പോലെ തന്നെ ഈ ചിത്രത്തിന്റെയും പ്രധാന പ്രമേയം ഒരു നിധിവേട്ടയാണ്. ഷെയ്ത്താൻ സിംഗ് എന്നയാളുടെ 100 വർഷം പഴക്കമുള്ള വലിയൊരു നിധിശേഖരത്തെക്കുറിച്ച് അറിയുകയും ഈ നിധിശേഖരം സ്വന്തമാക്കാൻ അത്യാഗ്രഹികളായ ഒരു കൂട്ടം ആളുകൾ പരസ്പരം മത്സരിക്കുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് അമീബ. മനോജ് ഖാന സംവിധാനം ചെയ്ത് അനൂപ് ചന്ദ്രൻ, അനുമോൾ, ഇന്ദ്രൻസ്, അനീഷ് ജി മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതവും അവരുടെ യാഥാർത്ഥ്യങ്ങളും തുറന്നുകാട്ടുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തതിന് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ജനനായകൻ. ദളപതി വിജയ് നായകനായെത്തിയ ഈ സിനിമയിൽ വിജയ് കൂടാതെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, പ്രിയാമണി, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വിനോദ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്കു റൊമാൻസ് കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആണ് രാജ ദ രാജ. അനിൽ ബോയിൽ ദാപ്പു സംവിധാനം ചെയ്ത ഈ സിനിമ 2026 ജൂലൈ മാസം 17-നാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഒരു ഫാഷൻ ഡിസൈനർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കോർട്ട് റൂം ലീഗൽ ഡ്രാമ വെബ് സീരീസ് ആണ് ദി കോർട്ട്. സംസാരത്തിൽ വിക്കുള്ള മിടുക്കിയായ ഒരു യുവ അഭിഭാഷകയാണ് ഈ കഥയിലെ പ്രധാന നായിക. നീതിക്ക് വേണ്ടി സ്വന്തം പിതാവിനെതിരെ കോടതിയിൽ എതിർക്കേണ്ടി വരുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. യോഗലക്ഷ്മി, ജയപ്രകാശ്, മഹാലക്ഷ്മി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 4 മുതൽ തമിഴ് ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് പ്രിൻസ് ഓഫ് മോളിവുഡ്. ഈ കോമഡി എന്റർടൈൻമെന്റ് വെബ് സീരീസിൽ ഡെയ്ൻ ഡേവിസ്, ഫുക്രു, നിർമ്മൽ പാലാഴി, വിദ്യ വിജയകുമാർ, ഷാനി ഖാദർ, സോഹൻ സീനുലാൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ഈ വെബ് സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തതിന് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഓൺ റിലീസായി തിയേറ്ററിൽ എത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഖലീഫ. ദുബായ് പശ്ചാത്തലമായി ഒരുക്കുന്ന ഈ ചിത്രം 2 ഭാഗങ്ങളായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ സിനിമയിൽ പ്രധാന അതിഥി വേഷത്തിലെത്തുന്ന മോഹൻലാൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പോക്കിരാജയ്ക്ക് ശേഷം പൃഥ്വിരാജും വൈശാഖവും നിൽക്കുന്ന ഈ സിനിമയിൽ മാളവിക ശർമ്മയാണ് നായികയായി എത്തുന്നത്. ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ മോഹൻലാൽ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ദ്രൻസ്, രഞ്ജി പണിക്കർ, മോഹിനി, സഞ്ജു ശിവരാം, ശിവജിത്ത്, ഷെമ്മി തിലകൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും വിദേശ മാർക്കറ്റിലും രാവിലെ 9 മണിക്ക് മാത്രമേ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓൺ റിലീസായി ഓഗസ്റ്റ് മാസം 20-ന് ഈ ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. കിരൺ ദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 7 കോടി രൂപയും ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 3,72 ലക്ഷമാണ്. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്കു റൊമാന്റിക് ഡ്രാമ ഫിലിമാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി സംവിധാനം ചെയ്ത് കിരൺ അമ്പാരം, ശ്രീ ഗൗരിപ്രിയ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്കു വെബ് സീരീസ് ആണ് ആക്കലി രാജ്യം. ഇന്നത്തെ കാലഘട്ടത്തിലെ ബിടെക് ബിരുദധാരികളുടെയും യുവാക്കളുടെയും തൊഴിലില്ലായ്മയും അവർ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളുമാണ് സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സയൻസ് ഫിക്ഷൻ സർവൈവൽ ചിത്രമാണ് ദ എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ്. സെപ്റ്റംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻഡ് ഓർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ചൈനീസ് മോൺസ്റ്റർ ആക്ഷൻ ചിത്രമാണ് സ്നേക്സ് 5 മോൺസ്റ്റർ സിറ്റി. സയൻസ് പരീക്ഷണങ്ങൾ പാളിയതിനെ തുടർന്ന് പ്രകൃതിയുടെ തിരിച്ചടിക്ക് കാരണമായ നഗരത്തിൽ ഒരു ഭീമൻ പാമ്പും മറ്റ് ചരിത്രാതീത കാലത്തെ ക്രൂരജീവികളും പ്രത്യക്ഷപ്പെടുന്നു. ഇവ നഗരത്തിലെ കെട്ടിടങ്ങൾ തകർക്കുകയും ജനങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഭീമൻ പാമ്പ് വരിഞ്ഞു മുറുക്കുന്ന രംഗങ്ങളും മികച്ച വിഷ്വൽ എഫക്റ്റുകളും ഈ ചിത്രത്തിന്റെ ആകർഷണീയതയാണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിൽ ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.